വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി.ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി.ഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സിലെ റിസർച്ച് എത്തിക്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എത്തിക്സ്? എത്തിക്സിനെ തന്നെ നമ്മൾ മോറൽ ഫിലോസഫി എന്ന് പറയുന്നുണ്ട്. ഇതൊരു ഫിലോസഫീൻ്റെ ബ്രാഞ്ചാണ്. റൈറ്റ് ആൻഡ് റോങ് ബിഹേവിയർ എന്ന കോൺസെപ്റ്റിനെ സിസ്റ്റമാറ്റൈസ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചിൻ്റെ പ്ലാനിങ്ങിനും കണ്ടക്ടിങ്ങിനും പബ്ലിഷിങ്ങിനും വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ ആപ്ലിക്കേഷനെയാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുക. നേച്ചർ ഓഫ് റിസർച്ച് എത്തിക്സ്. ഒരു റിസർച്ചറിന് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റാത്തത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആണ്. എങ്ങനെയാണ് ആ സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുക, എങ്ങനെയാണ് ഡിസെമിനേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അതിൽ മെയിനായിട്ടും പറയുന്നത്. ഇത് റെസ്പോൺസിബിളി കണ്ടക്ടിങ് റിസർച്ചിന് ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പാർട്ടിസിപ്പൻസിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഡിഗ്നിറ്റി, റൈറ്റ്സ്, വെൽഫെയർ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ലേ ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും സൊസൈറ്റീൻ്റെയും ഇവരുടെ എല്ലാവരുടെയും വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടല്ലേ എന്ന് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടും റിസർച്ച് ആക്ടിവിറ്റീസ് അതിൻ്റെ എത്തിക്കൽ റിലയബിലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഇൻസ്പെക്ട് ചെയ്യാനും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതൊക്കെയാണ് മെയിനായിട്ട് റിസർച്ച് എത്തിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് റിസർച്ച് എത്തിക്സ്. റിസർച്ച് എത്തിക്സിൻ്റെ മെയിൻ പ്രിൻസിപ്പിളാണ് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഇൻഫോംഡ് കൺസെൻറ്റ്, റെസ്പെക്ട് ഫോർ പേഴ്സൺ ഓർ റെസ്പോണ്ടൻറ്റ്, ബെനിഫിഷ്യൻസ്, നോൺ മാലിഫിഷ്യൻസ്, റെസ്പോൺസിബിൾ പബ്ലിക്കേഷൻ, പ്രൊട്ടക്റ്റിംഗ് അനോണിമിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ, ഓപ്പൺനെസ്, കെയർഫുൾനെസ്, റെസ്പെക്ട് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ജസ്റ്റിസ്. ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് റിസർച്ച് എത്തിക്സിനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഹോണസ്റ്റി. ഹോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിഷ്യറീസിനോടും റെസ്പോണ്ടൻസിനോടും ഹോണസ്റ്റ് ആവുക, ബി ഹോണസ്റ്റ്. അതേപോലെ നമ്മൾ റിസർച്ചിൽ കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെത്തഡോളജി ഒക്കെ ബി ഹോണസ്റ്റ്. ദെൻ ബി ഹോണസ്റ്റ് വിത്ത് ഓൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തൊക്കെ ഹോണസ്റ്റ് ആയിരിക്കണം. അടുത്തത് ഇൻറ്റഗ്രിറ്റി ആണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസർച്ചിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും ഹോണസ്റ്റിയും സിൻസിയാരിറ്റിയും എൻഷുവർ ചെയ്യണം. അഗ്രിമെൻസും നമ്മൾ ചെയ്തിട്ടുള്ള പ്രോമിസുകളും അഗ്രിമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുക. ഫോൾസ് എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ ഫോൾസ് പ്രോമിസസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അടുത്തതാണ് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ഡാറ്റ അനാലിസിസ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, പിയർ റിവ്യൂ, അതർ ആസ്പെക്ട്സ് ഓഫ് റിസർച്ചിൻ്റെ ഒക്കെ ബയാസ് അവോയ്ഡ് ചെയ്യാം. അടുത്തത് ഇൻഫോംഡ് കൺസെൻ്റ് ആണ്. ഇൻഫോംഡ് കൺസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഈ ഒരു റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വോളണ്ടറിലി ആയിട്ട് ഇൻ്റലിജൻ്റ്ലി ഒരു കൺസെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയാം. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓട്ടോണോമസ് റൈറ്റ് ആണ് ഇവിടെ റിലേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓട്ടോണോമസ് റൈറ്റ് ആണ്. അതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് വഴി റിലേറ്റ് ചെയ്യുന്നത്. പാർട്ടിസിപ്പൻറ്റിനോട് മൊത്തത്തിൽ ആ ഒരു റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സും ആ ഒരു സ്റ്റഡിയുടെ റോളും അവിടെ നിന്നുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവാം, അതെന്തൊക്കെയാണെന്ന് പാർട്ടിസിപ്പൻറ്റിനെ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്തിരിക്കണം. അടുത്തതാണ് റെസ്പെക്ട് ഫോർ പേഴ്സൺ ഓർ റെസ്പോണ്ടൻറ്റ്. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടിസിപ്പൻറ്റിന് അല്ലെങ്കിൽ ആ റെസ്പോണ്ടൻറ്റിനോട് അവരുടെ പേഴ്സണൽ ഗോൾസിനൊക്കെ റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാം അല്ലെങ്കിൽ അബ്യൂസിന് എഗെയിൻസ്റ്റ് അവർക്കൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അടുത്തത് ബെനിഫിഷ്യൻസ് ആണ്. മാക്സിമം എത്തിക്കൽ ഒബ്ലിഗേഷൻ ടു മാക്സിമൈസ് പോസിബിൾ ബെനിഫിറ്റ്സ് ഫോർ പാർട്ടിസിപ്പൻസ്. പാർട്ടിസിപ്പൻസിന് ബെനിഫിറ്റ്സ്, അവിടെ ഉണ്ടാകുന്ന പോസിബിൾ ബെനിഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും റെസ്പോണ്ടൻസിന് പൊട്ടൻഷ്യൽ ഹാംസ് ഉണ്ടാവുന്നത് മിനിമൈസ് ചെയ്യാനുള്ള എഫേർട്സ് അവിടെ എൻഷുവർ ചെയ്തിരിക്കണം. നോൺ മാലിഫിഷ്യൻസ് ഓർ പ്രൊട്ടക്റ്റിംഗ് ദി സബ്ജക്ട്സ്. പാർട്ടിസിപ്പൻസിന് അധികം ഹാം ഒന്നും കോസ് ചെയ്യാൻ പാടില്ല. ഹ്യൂമൻസിൽ ഹാമോ അല്ലെങ്കിൽ അവരുടെ റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യുക. പ്രൈവസി, ഓട്ടോണോമി, ഡിഗ്നിറ്റി ഓഫ് പാർട്ടിസിപ്പൻസ് എൻഷുവർ ചെയ്യുക. ഇതാണ് നോൺ മാലിഫിഷ്യൻസിൽ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് ദ സബ്ജക്ട്സിൽ വരുന്നത്. റെസ്പോൺസിബിൾ പബ്ലിക്കേഷൻ. ഒരു റിസർച്ച് പബ്ലിഷ് ചെയ്യുമ്പോൾ അത്
നോളേജ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ റെസ്പോൺസിബിളി ചെയ്യുക. പബ്ലിക്കേഷനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. അതാണ് റെസ്പോൺസിബിൾ പബ്ലിക്കേഷൻ. അടുത്തത് പ്രൊട്ടക്റ്റിംഗ് അനോണിമിറ്റി. അതായത് പാർട്ടിസിപ്പൻസിനെ എപ്പോഴും അനോണിമസ് ആക്കുക. അവരുടെ പേരോ കാസ്റ്റോ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും പുറത്ത് വിടാതിരിക്കുക. ആ പാർട്ടിസിപ്പൻറ്റിനെ എപ്പോഴും അനോണിമസ് ആക്കിയിട്ട് വെക്കുക. അടുത്തത് നോൺ ഡിസ്ക്രിമിനേഷൻ ആണ്. ഏജ്, സെക്സ്, റേസ്, എത്തിനിസിറ്റി അല്ലെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്ത് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക. റിസർച്ച് പ്രാക്ടീസസ് എപ്പോഴും ഹ്യൂമൻ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇതാണ് നോൺ ഡിസ്ക്രിമിനേഷൻ. ഓപ്പൺനെസ്. റിസൾട്ട്, ഡാറ്റ, റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഓപ്പൺ ആവുക. അതേപോലെ എൻകറേജിങ് കമൻറ്റുകളും കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ പിയേഴ്സിനും റിവ്യൂവേഴ്സിനൊക്കെ ഉണ്ടായിരിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻസിനെയും പേഴ്സണൽ റെക്കോർഡ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിൽ സേഫ് ഗാർഡിങ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ആ ഡിസ്കഷൻ്റെ പർപ്പസ്, റിസർച്ച് പ്രൊസീജിയർ, ആൻറ്റിസിപ്പേറ്റഡ് അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ്, ഹാംസ്, യൂസ് ഓഫ് റിസർച്ച് ഔട്ട്കംസ് ഇതൊക്കെ കോൺഫിഡൻഷ്യാലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് വരുന്നത്. ഇനി ഈ ഒരു റിസർച്ച് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാം മിനിമൈസ് ചെയ്യുക, അതിൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യുക, ഇൻഫോംഡ് കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക, അനോണിമിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുക, മിസ്ലീഡിങ് പ്രാക്ടീസസിനെ അവോയ്ഡ് ചെയ്യുക, വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിറ്റൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, റിസർച്ചിൻ്റെ എയിമിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ഡിഗ്നിറ്റി, റൈറ്റ്സ് ആൻഡ് വെൽഫെയർ പ്രൊട്ടക്റ്റ് ചെയ്യുക, അക്കൗണ്ടബിലിറ്റി, പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ്, റിസർച്ചേഴ്സിൻ്റെ ആംബിഷൻസിനെ സപ്പോർട്ട് ചെയ്യുക, കോപ്പറേറ്റീവ് വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യുക, ഒരു പബ്ലിക് സപ്പോർട്ട് ബിൽഡ് ചെയ്യുക, സ്പോൺസേഴ്സിൻ്റെ അടുത്തുനിന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു റിസർച്ച് എത്തിക്സിൻ്റെ അഡ്വാൻറ്റേജസ്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്, സൈക്കോളജിക്കൽ റിസ്കുകളുണ്ട്. അതായത് ചിലപ്പോൾ വല്ല ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോഷ്യൽ, ലീഗൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വൾണറബിൾ ഓർ ഇൻഡിജീനിയസ് പോപ്പുലേഷൻസിന് റിസ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽത്ത് സിസ്റ്റത്തിന് മെയിനായിട്ട് ഇമ്പാക്റ്റ് ഉണ്ട്. ഇത്രയൊക്കെയാണ് റിസർച്ച് എത്തിക്സിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് റിസർച്ച് എത്തിക്സ്, അതിൻ്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസിൽ ഓരോന്നും നമ്മൾ 10 വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാറ്റഗറൈസേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് റിസർച്ച് എത്തിക്സും ഈ റിസർച്ച് എത്തിക്സിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.